അപ്പോൾ ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക്. അമേരിക്കയിലെ കൊളറാഡോയിലെ 4 സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഭീഷണി വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ട്രംപിനെ അയോഗ്യനാക്കിയതാണ് ഇവരതിന് ഭീഷണി കിട്ടാൻ കാരണം. ജഡ്ജിമാർക്ക് കനത്ത സുരക്ഷ അമേരിക്ക ഏർപ്പെടുത്തിയെന്ന വാർത്തയും വരുമ്പോൾ പി ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് മിസ്റ്റർ പി ജെയിംസ്. ജെയിംസ്, ഡൊണാൾഡ് ട്രംപിനെതിരെ വിധി കൊടുത്ത ജഡ്ജിമാർക്ക് ടെൻഷനായി. ഭീഷണി. ഈ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലുള്ളതിൽ ഈ കൊളറാഡോ സംസ്ഥാനത്തെ, അവിടെ സംസ്ഥാനത്തും സുപ്രീം കോടതിയുണ്ട്, ഫെഡറൽ കോടതിയുണ്ട്, ഫെഡറൽ സുപ്രീം കോടതിയുണ്ട്. ഫെഡറൽ കോടതി അമേരിക്കയുടെ മൊത്തമാണ്. പക്ഷേ കൊളറാഡോയിലെ സുപ്രീം കോടതി വിധിച്ചത് അമേരിക്കയിൽ പാർലമെൻറ്റ് ആക്രമണം നടത്തുകയും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അടുത്ത 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയില്ല എന്നാണ് അവർ വിധിച്ചത്. അത് ഏകപക്ഷീയമായ വിധിയല്ലായിരുന്നു. 3-നെതിരെ 4 വോട്ടുകൾക്കാണ് അത് അങ്ങനെ ഒരു വിധി ഉണ്ടായത്. 3 പേർ ട്രംപിനെ അനുകൂലിച്ചപ്പോൾ 4 പേർ ട്രംപിനെ എതിർത്തുകൊണ്ട് ഇത് ചെയ്തു. ഭൂരിപക്ഷ വിധി പ്രകാരം ട്രംപിന് കൊളറാഡോ സംസ്ഥാനത്തെ ബാലറ്റ് പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ പേര് വരാൻ സാധിക്കില്ല. എന്തായാലും അദ്ദേഹം ഫെഡറൽ കോടതിയിൽ അപ്പീൽ നൽകും. ഫെഡറൽ കോടതിയിൽ 9 ജഡ്ജിമാരാണുള്ളത്. അതിൽ 6 പേര് റിപ്പബ്ലിക്കൻ പാർട്ടി നിയമിച്ചവരാണ്. അതിൽ തന്നെ 3 പേർ ട്രംപിൻ്റെ കാലത്ത് നിയമിച്ചവരാണ്. ബാക്കി 3 പേരേ ഉള്ളൂ ഇപ്പോൾ ഭരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി നിയമിച്ചവർ. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി ട്രംപിന് തിരിച്ചു വരാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ 4 വിധി പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കൊളറാഡോയിലെ ജഡ്ജിമാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന, അവിടെ പ്രൗഡ് ബോയ്സ് ഒക്കെ പോലെ വളരെ തീവ്ര വലതുപക്ഷ നിലപാടുകളുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അവരാണ് പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ പിന്നിൽ. പ്രൗഡ് ബോയ്സ് അടക്കമുള്ളവരെ കുറിച്ച് ആരോപണം ഉണ്ടായിരുന്നു. അത് കോടതികൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് അറസ്റ്റിലാണ്. 100 കണക്കിന് പ്രൗഡ് ബോയ്സിലേക്ക് ആൾക്കാർ അറസ്റ്റിൽ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ ഭീഷണി വന്നിരിക്കുന്നു. ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും കനത്ത ഭീഷണിയാണ്, വധഭീഷണി അടക്കമുണ്ട്. അതുകൊണ്ട് അവർക്ക് ചുറ്റും വല്ലാത്ത സുരക്ഷാ സന്നാഹം അമേരിക്കൻ സർക്കാർ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്തോറും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്ന SKN. എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലുള്ള പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ പല സംസ്ഥാനങ്ങളിലും 2 മുതൽ 3% വരെ നേരിയ ഭൂരിപക്ഷത്തിന് ലീഡ് ചെയ്യുന്നു എന്ന സർവേ കൂടിയാണ് വരുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ 4 സ്ഥാനാർത്ഥികൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു സംവാദത്തിലും പങ്കെടുക്കാതിരുന്ന ട്രംപിന് തന്നെയാണ് 50%-ലേറെ റിപ്പബ്ലിക്കൻ വോട്ടർമാരുടെ പിന്തുണ. ഇതിൽ ജയിച്ചു വരുന്ന ആളായിരിക്കും ജോ ബൈഡനെ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അയാളെ ഫൈനൽ മത്സരത്തിൽ അടുത്ത വർഷം നേരിടുക. എന്തായാലും ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വീണ്ടും ഞാൻ പ്രസിഡന്റ് ആവും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനൊരു തടസ്സമാണ് കൊളറാഡോയിലെ സുപ്രീം കോടതിയുടെ വിധി. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള കോലാഹലങ്ങൾ നടക്കുന്നത്. ജെയിംസ്, ഇന്ത്യ ചൈന അതിർത്തിയിൽ ഈ ചൈനയുടെ ഡ്രോൺ നിരീക്ഷണം കർക്കശമാക്കിയെന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല, തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത ഡ്രോണും ഇന്ത്യയും നോക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇപ്പോൾ ഒരു പുതിയ ഡ്രോൺ നിരീക്ഷണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം? ഒരു പക്ഷേ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിലൊക്കെ ഏറ്റവും എഫിഷ്യൻ്റായിട്ടും വളരെ പ്രാക്ടിക്കലായിട്ടും നടക്കുന്ന ഒരു യുദ്ധമുറയായിട്ട് ഡ്രോൺ ആക്രമണം മാറിയിരിക്കുകയാണ്. അത് ഏറ്റവും പ്രകടമായി നമ്മൾ കണ്ടത് അസർബൈജാനും അർമേനിയയും, സോവിയറ്റ് യൂണിയൻ്റെ അടുത്തുള്ള രാജ്യങ്ങളാണ്. അവർ തമ്മിലുള്ള യുദ്ധത്തിൽ അസർബൈജാൻ അപ്രതീക്ഷിതമായി അർമേനിയയെ ദിവസങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തി. അതിന് കാരണം തുർക്കിയിൽ നിന്ന് ലഭിച്ച ബരക്തിയാർ എന്ന ഡ്രോണുകളാണ് അവിടെ ഇരമ്പിപ്പാഞ്ഞ് അർമേനിയയെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ആധുനിക യുദ്ധക്രമത്തിൽ. സാധാരണ രീതിയിൽ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കൊക്കെ ആദ്യം തിരിച്ചടി നേരിടാൻ ഒരു കാരണം പഴയ ടാങ്കുകൾ ഇറക്കി, അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള യുദ്ധമുറയിൽ ടാങ്കുകൾ കരയുദ്ധത്തിന് ഇറങ്ങുന്നു, വിമാനങ്ങൾ വരുന്നു, ഈ തരത്തിൽ അവരൊക്കെ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു. പക്ഷേ ഡ്രോൺ ആക്രമണത്തിൽ ആളില്ല പറന്നു വരുന്ന ഡ്രോണുകളാണ്. അവർക്ക് എവിടെ വേണമെങ്കിൽ ചെന്ന് പതിച്ച് ഒരു സൂയിസൈഡ് തരത്തിൽ ഉള്ളൊരു ഡ്രോണുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രോണുകൾ വരുമ്പോൾ ആൾനാശം ഉണ്ടാവുന്നില്ല, ഒരു സ്ഥലത്ത് വല്ലാത്ത സ്ഫോടനം നടത്താൻ കഴിയുന്നു. അതുകൊണ്ട് ഡ്രോണുകൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈന വളരെയധികം ഡ്രോണുകൾ, ലക്ഷക്കണക്കിന് ഡ്രോണുകളാണ് അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അമേരിക്കയുടെ റിപ്പോർട്ട് വന്നു. അമേരിക്കയുടെ കപ്പലുകൾ തായ്വാനിൽ, ദക്ഷിണ ചൈന കടലുകളിൽ ഉണ്ട്. അവിടെയൊക്കെ
ഡ്രോൺ നിരീക്ഷണം നടക്കുന്ന ഏത് സമയത്തും കപ്പലുകൾക്ക് ചൈനീസ് ഡ്രോണുകൾ അപകടമാണെന്ന് റിപ്പോർട്ട് വന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരുപാട് ഡ്രോണുകൾ പറപ്പിച്ച് ചൈന വല്ലാത്ത രീതിയിലുള്ള നിരീക്ഷണം നടത്തുന്നത്. തിരിച്ചടിയായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ടുള്ള ഡ്രോണുകൾ വികസിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോണുകൾ വാങ്ങുന്നു. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഡ്രോണുകളായിരിക്കും പാകിസ്ഥാൻ്റെയും ചൈനയുടെയൊക്കെ അതിർത്തികളിൽ കൂടുതലായിട്ട് പറക്കുക. ഒരു ഡ്രോൺ യുദ്ധത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു വി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകൾ നാളെയാകാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.